ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഫുൾ മൂണാണ്. ഫുൾ മൂണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമുദ്രം മുതൽ നമ്മുടെ മനുഷ്യൻ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ എന്താണോ ഉള്ളത് ആ കാര്യം ഇരട്ടിയാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിഷമമാണുള്ളതെങ്കിൽ അത് ഇരട്ടിയാകുന്നു. ഓക്കെ, ഇപ്പം ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്രണയമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, എപ്പോഴും പ്രണയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഇരട്ടിയാകുന്നു. എപ്പോഴും കഷ്ടങ്ങളെക്കുറിച്ച് നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഇരട്ടിയാകുന്നു. സന്തോഷം ആഗ്രഹിച്ച് അല്ലെങ്കിൽ സന്തോഷം മാത്രം എപ്പോഴും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിന്ന് ഇരട്ടി സന്തോഷം ലഭിക്കുന്നു. സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇരട്ടി സ്പിരിച്വൽ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണാം. ഓക്കെ, എന്താണോ നമ്മളിലുള്ളത് അത് ഇരട്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റി വയ്ക്കുക. ഇന്ന് കരയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നവർക്ക് ഇന്ന് അധികം കരച്ചിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ നല്ല കാര്യങ്ങളെ ചിന്തിച്ച് സന്തോഷം കൊണ്ടുവരിക. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുക. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ജീവിതത്തിൽ നടക്കും. ഓക്കെ, ഇന്ന് ഫുൾ മൂൺ ആയതുകൊണ്ട് പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് ഫുൾ മൂണിൽ എൻ്റെ വ്യൂസിന് നൽകുന്ന അനുഗ്രഹം എന്താണ്? പ്രകൃതി ശക്തി എൻ്റെ വ്യൂസിന് നൽകുന്ന അനുഗ്രഹം എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്രകൃതി ശക്തി എൻ്റെ വ്യൂസിന് നൽകുന്ന അനുഗ്രഹം എന്താണ് ഈ ഫുൾ മൂണിൽ? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫുൾ മൂണാണ്. നിങ്ങൾ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിലേക്ക്. നിങ്ങളിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ സർവ്വ കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ട് ഇനി കഴിയില്ല. എല്ലാം യൂണിവേഴ്സിലെ നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ, നമുക്ക് കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ചില വ്യക്തികളുടെ മനസ്സിൽ ഇടപെടുക, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറുക, അല്ലെങ്കിൽ നമുക്ക് തൃപ്തി വരുന്ന രീതിയിൽ മാറുക. അതൊന്നും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ സാമ്പത്തികമോ ജോലിയോ ഒന്നും യൂണിവേഴ്സൽ സറണ്ടർ അല്ല. അതെല്ലാം നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്, നമ്മളുടെ ജോലിയാണത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ഫസ്റ്റ് ക്വാർട്ടർ മൂണാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന കാര്യങ്ങൾ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഒരു പരീക്ഷണം, ടെസ്റ്റ് നടക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ. ഓക്കെ, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, പേജ് ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളിലേക്ക് അത് എത്രത്തോളം നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ടെസ്റ്റ് നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ചാബല്യം, കുട്ടികളുടെ ചാബല്യത്തിൽ ഇൻമെച്യൂർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എടുക്കുന്ന തീരുമാനമാണോ, അതോ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇതിന് പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ടെസ്റ്റ് നടക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് അതിന് തീരുമാനമെടുക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അത് എത്രത്തോളം ഡീപ്പായിട്ടുള്ള കാര്യമാണോ അത് ഇന്ന് തന്നെ യൂണിവേഴ്സിനോട് സമർപ്പിക്കുക. എനിക്കിത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് എന്ന് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രോത്ത് സംഭവിക്കുന്നതാണ്, സ്റ്റേബിളായി ലഭിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നേറുന്നത് ഇത് സമനിലയിൽ നിൽക്കുന്ന ഒരു ചന്ദ്രൻ്റെ രൂപമാണ്. ഇതിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് സെഞ്ചുറി എടുക്കുന്നതിന്, ഇത് ഹാഫ് സെഞ്ചുറിയിൽ നിൽക്കുകയാണ്. സെഞ്ചുറി എടുക്കുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസമാണ്. എനിക്ക് സെഞ്ചുറി എടുക്കുവാൻ സാധിക്കും, ഇത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ എനിക്ക് കഴിയും, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നീങ്ങിപ്പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് മുന്നേറുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള കുറച്ച് നാളുകൂടി എനിക്ക് വിശ്വാസത്തോടു കൂടി എൻ്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വേണം. അപ്പം വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. ഈ ഒരു സമയത്ത് മൂണിൻ്റെ എനർജിയിൽ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് യൂണിവേഴ്സ് എനിക്ക് നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക.
നിങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി വേണം. നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. ഓക്കെ, നമ്മൾ പൂർണ്ണതയിലോട്ടാണ് പോകുന്നത്, നമ്മൾ നാശത്തിലേക്കല്ല പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ വർഷവും എൻ്റെ ജീവിതത്തിൽ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ബെറ്റർ ആയിട്ടുള്ള പോസിറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് വന്നിരിക്കുന്നത് വാക്സിംഗ് മൂൺ ആണ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഊർജം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് പ്രകാശം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചു കുറേ നാളായി പ്രാർത്ഥിക്കുന്നു, കാര്യം എന്നിലേക്ക് എത്തുന്നില്ല. നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിലുള്ള ആ ഒരു അന്ധകാര ശക്തികൾ മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് ഊർജം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയം പലപ്പോഴും നിരാശ തോന്നിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പകുതിക്ക് വെച്ച് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചില കാര്യങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയുന്നു. നിങ്ങൾ ഇത്രയും നാൾ മാനിഫെസ്റ്റ് ചെയ്തു, ഓക്കെ, കുറച്ച് നാളായി ചെയ്യുന്നു, ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അതിൻ്റെ പ്രഭാവം, ഓക്കെ, യൂണിവേഴ്സ് അതിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഒരുക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരിക്കും നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ അവസാന ആ കിട്ടുന്ന ചില ഇതിൽ കണ്ടിട്ടില്ലേ, കുഴിച്ച് നിധിയുടെ അടുത്ത് ചെല്ലാകുമ്പോൾ മടുത്ത് പോയി വിട്ടിട്ട് കളയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നു, കുറച്ച് നാളായിട്ട് ചെയ്യുന്നു, പക്ഷേ അതിനടുത്തോട്ട് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്ന സമയത്തോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല അന്ധകാര ശക്തികളും മാറിപ്പോകുന്നു. ഓക്കെ, എൻ്റെ ശബ്ദത്തെ പലരും വള്ളംകളിയുടെ കമൻട്രി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് വള്ളംകളിയുടെ ഒരു കമൻട്രി തന്നെയാണ്. വിജയത്തിലേക്ക് എത്താൻ പോകുന്ന നിങ്ങളെ വിജയം എത്തുന്നത് വരെയും ഇതുപോലെ ആവേശത്തോടു കൂടിയും പോസിറ്റീവ് എനർജിയോടു കൂടിയും നിങ്ങളെ വിജയത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് യൂണിവേഴ്സ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു കമൻട്രി. അതുകൊണ്ട് തന്നെ ഈ കപ്പിത്താനായി നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് വിജയത്തിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ ഈ റീഡിംഗ് എടുക്കുന്നത്. ഓരോ ദിവസവും എൻ്റെ വാക്കുകൾ നിങ്ങളിലേക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രചോദനമാകുന്നു. വിശ്വാസമുണ്ട്, എൻ്റെ വ്യൂസ് വിജയിക്കും എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം സ്വപ്നം കാണുന്നു അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പക്ഷേ നിങ്ങൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ വിശ്വാസത്തെ തള്ളിക്കളയാതിരിക്കുക. ഇവിടെയും നിങ്ങളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിരാശയിൽ ഇരിക്കാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ചന്ദ്രൻ മറനീക്കി നിങ്ങളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ മറഞ്ഞിരുന്ന ചില ഭാഗ്യങ്ങൾ, ചില അനുഗ്രഹങ്ങൾ മറനീക്കി പുറത്തു വരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ നിരാശയിൽ നിൽക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു സമയം ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മാനസികമായി ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന സമയം തന്നെയാണ്. പക്ഷേ നിങ്ങൾ മാനസിക ബലം വിട്ടുകളയാതെ തകർന്നു പോകാതെ ഇരിക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. സൗത്ത് നോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളിൽ അവസാനിച്ചു എന്ന്. ഇതൊരു എലിപ്റ്റിക് കാർഡാണ്. ഇത് നിങ്ങളുടെ ഗ്രഹനിലയുമായി വെച്ചിട്ടാണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്. എന്നാലും ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പാസ്റ്റിൽ ജീവിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കർമ്മയാണെന്നും ആ കർമ്മയെ നിങ്ങളിപ്പോൾ പ്രസൻറ്റിൽ കൊണ്ടുവന്ന് വീണ്ടും അതിനെ ജീവിപ്പിക്കരുത്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ ഒരു വർഷം മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിനെ റിപ്പീറ്റായിട്ട് നിങ്ങൾ വീണ്ടും ഇവിടെ കർമ്മയെ കൊണ്ടുവരരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്റ്റിനെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ പാസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രസൻറ്റിനെ ഇത് ബാധിച്ച് ഇതുപോലെ ബ്ലാക്ക് എനർജിയിൽ നിർത്തിക്കളയും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റിനെ വിട്ടുകളയുക. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. അടുത്തത് ഫുൾ മൂൺ സാജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ മൂൺ സാജിറ്റേറിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് സാജിറ്റേറിയസ് രാശിയിലുള്ള വ്യക്തികൾക്കല്ല, ഇന്ന് നിങ്ങളുടെ എനർജി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് സാജിറ്റേറിയസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നൽകുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബേർഡൻ അനുഭവിച്ച ചില സന്ദർഭങ്ങളുണ്ട്. നിങ്ങളുടെ ഗ്രോത്ത് അവസാനിച്ചു പോയിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നിനെ തിരികെ നൽകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് ഒരുപാട് സാഡ്നെസ്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന, ഒരു മിസ്സിങ് എനർജി അനുഭവിക്കുന്ന സമയമാണിത്. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില വ്യക്തികൾ നഷ്ടപ്പെട്ടതിലോ സാമ്പത്തികം നഷ്ടപ്പെട്ടതിലോ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക്, വലിയ വലിയ ദുഃഖങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരും. നിങ്ങൾക്ക് 9 ഓഫ് കപ്പിൻ്റെ എനർജി വരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട്. ഓക്കെ, സറണ്ടർ ആകുക. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ആകുക, നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഫുൾ മൂണ് ഇവിടെ നൽകുന്നത്. നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനകളിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന പല കാര്യങ്ങളും, ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് ബ്ലോക്ക് ചെയ്തിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ചെയ്തിരുന്നു, നിങ്ങളുടെ ജോലിയെ ബ്ലോക്ക് ചെയ്തിരുന്നു. ആ ബ്ലോക്കുകളെല്ലാം ഇവിടെ സപ്പോർട്ടായിട്ട് വരുന്നു. നിങ്ങൾക്കെതിരായിട്ട് ചില ഡെബിളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് ചില വ്യക്തികൾ ചെയ്തിരിക്കുന്ന ബ്ലോക്കേജുകൾ, ബൗണ്ടറികളെല്ലാം യൂണിവേഴ്സ് ഇവിടെ നേരെയാക്കുകയാണ്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളോടുള്ള ദേഷ്യത്തിൻ്റെ മേളിൽ നിങ്ങളുടെ ഗ്രോത്തിനെ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സിൻ്റെ കൈ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നു. അത് യൂണിവേഴ്സ് നേരെയാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗ്രോത്ത് വരുന്നു. ഇവിടെ റിലേഷൻഷിപ്പ് ഗ്രോത്താണ് വരുന്നത്, ഇവിടെ നിങ്ങളുടെ ജോലിയുടെ ഗ്രോത്താണ് വരുന്നത്, നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഗ്രോത്താണ് വരുന്നത്, സ്റ്റേബിളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഏത് കാര്യത്തിലാണ് നിങ്ങൾ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. ഫുൾ മൂണിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നേ ദിവസം എന്താണോ ചിന്തിക്കുന്നത് അത് അധികമായി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ കടങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്, സാമ്പത്തിക അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് വേണ്ടിയുള്ളതൊന്നും നിങ്ങളെ കടന്നു പോകുകയില്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റങ്ങൾ പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും മാറ്റം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുക. ഈ സമയവും നിങ്ങൾക്ക് കടന്നു പോകും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഭാഗ്യത്തിൻ്റെ ടൈം വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഭാഗ്യരേഖകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. അപ്പം ഇതാണ് ഫുൾ മൂണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മോർണിംഗിൽ നൽകുന്ന മെസ്സേജ്. അപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളും, സാമ്പത്തിക അനുഗ്രഹങ്ങളും, റിലേഷൻഷിപ്പ് അനുഗ്രഹങ്ങളും, ജോലി സംബന്ധമായിട്ട് അനുഗ്രഹങ്ങളും വന്നു ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.